കേരളത്തിൽ എവിടെയും കാണാത്ത വർക്കാട്ടോ നമ്മുടെ NH66 കോഴിക്കോട് ബൈപ്പാസിൽ മലാപ്പറമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈഡ് വാള് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സെറ്റപ്പ് വർക്ക്. ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാട്ടോ ഞാൻ. അത് വീണെങ്കിൽ 8 മീറ്റർ ഭാഗം മൊത്തത്തിൽ വരണം. ഈ ചെങ്കൽപ്പാറ ആയതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ലൈഫ് ടൈം നിൽക്കണം എന്നാണ് എഞ്ചിനീയറോട് ചോദിച്ചാൽ അവർ പറഞ്ഞത്. നമ്മൾ വെറുതെ അടി ചെയ്ത് പോയിട്ട് കാര്യമില്ല. പല സ്ഥലത്തും ഇങ്ങനെ ഇടിഞ്ഞ് വീണ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഡബിൾ സ്ട്രോങ് തന്നെയാണ് വർക്ക് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം വർക്ക് കണ്ടപ്പെട്ടോ. ഇതൊരു വെറൈറ്റി കാഴ്ച കേട്ടോ. ഇതിവിടെ ക്യാമ്പ്സിൽ മലയാളികളാണ് ഇവിടെ കമ്പിപ്പണി എടുക്കുന്നത്. പാലക്കാട് മലയാളിയാണ്. പാലക്കാടിന് അപ്പുറത്തേക്ക് പോകണം നിങ്ങൾ മലയാളികളല്ലെങ്കിൽ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പറഞ്ഞാളത് നമ്മുടെ മലാപ്പറമ്പ് കോഴിക്കോട് ബൈപ്പാസിലെ മലാപ്പറമ്പിലെ കാഴ്ചകളാട്ടോ. വെറൈറ്റി വർക്കാട്ടോ. ഫുൾ വീഡിയോ അങ്ങോട്ട് കണ്ടാളി, ലൈക്ക് അടിച്ചാളി, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ NH66 വർക്കിൽ 6 വരിപ്പാതയുടെ വർക്കിൽ കോഴിക്കോട് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള നമ്മുടെ 28 കിലോമീറ്ററുള്ള 6 വരിപ്പാത ഫുൾ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആണ്. 6 വരിപ്പാതയിലൂടെ എല്ലാ വാഹനങ്ങളും മൊത്തം പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് ഫുള്ള് 6 വരിപ്പാത മൊത്തം ഓപ്പൺ ആട്ടോ. എവിടെയും വലിയ കുഴപ്പമില്ല. ഇതുപോലെ വർക്ക് ചെറിയ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വരിപ്പാതയിലൂടെ ഒക്കെ യാത്ര പോകുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ലോങ്ങിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത് കാണിച്ചു കൊണ്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം. വാഹനങ്ങളൊക്കെ വല്ലാത്ത പോക്കാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പം ഇതിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിവർ ഏകദേശം ഈ വാള് ഈ മണ്ണ് ചെത്തിയെടുത്തിരിക്കുന്നത് അത് കണ്ടോ. ആ കോൺക്രീറ്റ് അവർ തൂക്കത്തിന് വാർത്ത അതൊരു 7 അടിയോളം 8 അടിയോളം ഒരു മാറ്റമുണ്ട് അതിൽ. ആ സ്ലോപ്പ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 അടി ഉണ്ട് കേട്ടോ. അതിലേക്കൊരു 3 അടി അങ്ങനെ ഇട്ട് ഒരു 11 അടി സ്ലോപ്പ് ഉണ്ടാവും. 11 അടി ചിന്തിക്കാൻ പറ്റുമോ? അത്രയും സ്ലോപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും വെയിറ്റ് കോൺക്രീറ്റ് 10 ഇഞ്ചോളം തിക്കുണ്ട് കേട്ടോ ഇതിൻ്റെ കോൺക്രീറ്റ്. ഇതിങ്ങനെ ഇവർ ഈ പുറംഭാഗത ഇതുപോലെ ഷീറ്റ് വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി കൊടുക്കണതാണ്. ഫുള്ള് ഒരേ സമയത്താണോ ചെയ്യുന്നത് അറിയില്ല. കുറച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇനി ഫുള്ള് അടിച്ചിട്ട് അടി വരെ അങ്ങനെ മൊത്തത്തിൽ ഇട്ടതാണോ എന്ന് അറിയില്ല കേട്ടോ. മൊത്തത്തിൽ ഇട്ടതല്ലാന്ന് തോന്നുന്നു. അവിടെ ഒരു ഗ്രൗട്ട് ഒഴിച്ചൊരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വർക്ക് ആദ്യം ഇവർ 8 മീറ്റർ ഈ മണ്ണ് ഇതുപോലെ 11 അടിയോളം സ്ലോപ്പിൽ ചെത്തിയെടുത്തിട്ട് പിന്നെ അതിലവർ സോയിൽ നെയിലിങ് അത് ഹോൾസ് ഇടുക. 8-9 മീറ്ററോളം ഹോൾസ് ഇട്ടതിന് ശേഷം പിന്നെ അവർ 20 mm കമ്പി 20 mm ആണോ 25 ആണോ 25 ആണെന്ന് തോന്നുന്നു. ആ കമ്പി 8 മീറ്റർ അതിലേക്ക് അവർ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഹോൾസിൽ ഫുള്ള് ഗ്രൗട്ട് നിറച്ചിട്ട് ആ കമ്പി സെറ്റാക്കുക കേട്ടോ. ആ കമ്പി സെറ്റാക്കിയതിന് ശേഷം അടുത്ത വർക്ക് എന്താണ്? അടുത്ത വർക്ക് പിന്നെ അവർ ജിയോ ഷീറ്റ് ഈ വൈറ്റ് ഷീറ്റില്ലേ അത് അവർ ഹോൾസിന് കണക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ വൈറ്റ് ഷീറ്റ് മൊത്തം വിരിക്കുന്ന കാഴ്ച. ആ വൈറ്റ് ഷീറ്റ് തന്നെ ലീക്ക് പ്രൂഫ് ഷീറ്റാട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വേണ്ടാതെ ഇതിൻ്റെ മുകളിലേക്ക് തൊടൂല. എന്താ വെച്ചാൽ ഈ കമ്പിൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് പിടിക്കേണ്ട എന്നുള്ള ലെവലിലാണ് അത് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ആദ്യം ഗ്യാപ്പ് വരുന്നിടത്ത് അവർക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് വെക്കാണ്ട് ഒരു 7 ഇഞ്ച് സ്ക്വയറുള്ള പ്ലേറ്റ് അവർ വെച്ചതിന് ശേഷം അത് ബെൽഡ് ചെയ്യും. പിന്നെ ആ കമ്പി അവിടെ നിന്ന് കൊണ്ട് പോരുണ്ട്. ആ പ്ലേറ്റിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള ഈ കമ്പികളുടെ പിടുത്തൊക്കെ. പിന്നെ ആ കമ്പി ഗ്രൗട്ടിൽ അവിടെ ഉറച്ച് നിൽക്കൽ 8 മീറ്റർ. പിന്നെ ഒരിക്കലും അത് ഇങ്ങോട്ട് വലിഞ്ഞു പോരില്ല. അപ്പോൾ 8 മീറ്ററിൻ്റെ ഈ 2 അടി ചിലത് 2.5 അടി അങ്ങനെ കൂടി 2 അടിയാണ് അവർ കണക്കാക്കുന്നതെന്ന് തോന്നുന്നു. 2.5 അടി 3 അടീൻ്റെ അടുത്ത് ഇങ്ങനെ ക്രോസിലൊക്കെ വരുമ്പം ഈ 2 അടിയിൽ അവിടെ കുറച്ച് അകലൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഒരു 2.5 അടി ഒരു മാക്സിമം കണ്ടിട്ടാണ് അവർ ഹോൾസ് ഇങ്ങനെ അടുപ്പിച്ച് അത്രയും കമ്പികൾ അതിൻ്റെ ഉള്ളോട്ട് പോകുന്നത്. അതിൻ്റെ മുകളിൽ ഒരു 8 ഫൂട്ടിൻ്റെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അവർ അതൊക്കെ സമ്മതം ചോദിച്ചിട്ടായിരിക്കും. അടിഭാഗത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ 12 അടി 11 അടിയോളം നീട്ടമുണ്ട്. 11 അടി എന്ന് പറഞ്ഞാൽ ഒരു 3.5 മീറ്റർ ഇവരുടെ ഈ റോഡിൻ്റെ സ്ഥലമായിട്ട് തന്നെ ഉണ്ട്. ബാക്കി ഒരു 4.5 മീറ്റർ അതിൻ്റെ ഉള്ളോട്ടും ആ റോഡും കഴിഞ്ഞ് 3 മീറ്റർ റോഡ് മുകളിലുള്ള പിന്നെ ഒരു 1.5 മീറ്റർ അപ്പുറത്തെ തൊടിയിലേക്ക് അടിയിൽ കമ്പി എന്തായാലും 2 മീറ്ററോളം അങ്ങോട്ട് പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ അവിടെ ആ ഭാഗത്ത് കിണറൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും ഇവർ ഫുള്ള് അത് പാസ്സാക്കിയതിന് ശേഷമായിരിക്കും കേട്ടോ വർക്ക് എടുക്കുന്നത്. പിന്നെ ആ പ്ലേറ്റ് മൊത്തം അവിടെയൊക്കെ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത കാഴ്ചയുണ്ടല്ലോ നിങ്ങൾ. അതിൻ്റെ മുകളിൽ ഇവർ കമ്പി ഫുള്ള് ഇതിൻ്റെ മുകളിൽ കെട്ടുക. എത്ര ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാട്ടോ
12 mm കമ്പി, 16 mm കമ്പി. ഈ കുത്തനെ വെക്കുന്ന മൊത്തം 12 mm കമ്പി, വിലങ്ങ് 16 mm കമ്പി കേട്ടോ. അത് വെച്ചതിന് ശേഷം പിന്നെ ഇവർ അടിയിലേക്ക്, ഇത് നമ്മുടെ ഈ റോഡിൻ്റെ ലെവലിൽ നിന്ന്, സർവീസ് റോഡിൻ്റെ ലെവലിൽ നിന്ന് ഒരു 5 അടിയോളം താഴ്ചയിൽ, 4 അടിയോളം താഴ്ചയിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത്. അതൊരു കുറച്ച് ഭാഗം കുറച്ചങ്ങനെ വിസ്താരമായിട്ട് ഇങ്ങോട്ട് വാർക്കുന്നുണ്ട്. ഒരു 2 അടിയോളം ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. വർക്ക് അവിടെ നടക്കുന്നത് കൊണ്ട് നമ്മൾ തൊട്ടടുത്തേക്ക് കയറാൻ പറ്റില്ല. അവിടെ എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാൻ പറ്റില്ല. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ ചെയ്തതിൻ്റെ മുകളിലാണ് ഇവർ ആദ്യം ഒരു 4 അടിയോളം ഇവരിത് അടിയിൽ വാർക്കുന്നുണ്ട്. ആ വാർക്കുന്നത് ഏകദേശം നല്ല തിക്കുണ്ട് കേട്ടോ. ഒരു അടിയോളം തിക്കിലാണ് ആ കോൺക്രീറ്റ്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നാണ് ഇവർ അടുത്ത വർക്ക് ഇങ്ങനെ പോകുന്നത്. ഇപ്പം ഒരു ഭാഗം ഒരു ഷീറ്റ്, ഒരു പീസ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ പീസായിട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ. എന്താ വെച്ചാൽ വൈബ്രേറ്റ് ചെയ്ത് ഇത് ഇറക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ആവാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഇനി ബാക്കി ഒരു കമ്പി കെട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പിന്നെ ഈ ഷീറ്റ് വെക്കുന്നു, ഫുള്ള് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു. 11 അടി സ്ലോപ്പിൽ ഉള്ള ഈ ചുമര്, ഇതിൻ്റെ മുകളിൽ 10 ഇഞ്ചുള്ള കോൺക്രീറ്റ്, 30 അടി ഹൈറ്റിൽ വരുന്ന ഈ കോൺക്രീറ്റ് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് താങ്ങി നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ഈ ചുമര് എന്തെങ്കിലും ആവൂല. അതായത് ഞാൻ പറഞ്ഞത് KMC നമ്മുടെ പന്തിരങ്കാവിൽ ചെറിയൊരു സർവീസ് റോഡ് പൊളിഞ്ഞതിന് ശേഷം വളരെ സ്ട്രോങ്ങിലാട്ടോ. അവരവരുടെ ലാഭമൊന്നും നോക്കുന്നില്ല തോന്നിക്ക് കണ്ടിട്ട്. ഇതൊക്കെ ശരിക്കും ഷോർട്ട് ക്രീറ്റ് വർക്ക് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഷോർട്ട് ക്രീറ്റ് വർക്ക് എന്നറിയാലോ, ഇതിൻ്റെ മുകളിൽ ഇനി നെറ്റ് കെട്ടിയതിന് ശേഷം പിന്നെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുന്ന പരിപാടി, അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവർ ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ്ങിലാണ് ഇവിടുത്തെ വർക്കൊക്കെ എടുക്കുന്നത്. അടിപൊളി. എത്ര കമ്പി ചിലവാകും, എത്ര കോൺക്രീറ്റ് ചിലവാകും, എത്ര ലേബർ ചിലവാകും. ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര ചിലവൊന്നുമില്ല. ഇതിൻ്റെ ഒരു 5% വർക്ക് അവർക്കുണ്ടാവുള്ളൂ, ചിലവുണ്ടാവുള്ളൂ. അവിടെയൊക്കെ എഞ്ചിനീയർമാരുണ്ട് കേട്ടോ. അവിടെ അതുപോലെ GS ഷീറ്റൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. ഇവിടെയുള്ള കമ്പി കമ്പി കയറ്റുന്നത് ഇങ്ങനെ ഒരു ഭാഗത്തു കൂടി വളരെ റിസ്ക് ആട്ടോ. ഈ കമ്പി അതിലേക്ക് കയറ്റാറുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അതിലേക്ക് കൊണ്ടുപോകണ്ടേ. ഓരോരുത്തർ കമ്പി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. അത്ര ഇതിപ്പോൾ ഒരു 30 മീറ്റർ നീളത്തിലുണ്ടാവും. ഇപ്പോൾ അവരിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 25 മീറ്റർ എന്തായാലും ഉണ്ട്. അത്രയും കമ്പി 30 കറക്റ്റ് അറിയാം. ഒരു ലെങ്ത്ത് 11 മീറ്ററാണ്. ഈ 22 മീറ്റർ നീട്ടത്തിലാണ് ഇപ്പോൾ അവർ മൊത്തത്തിൽ ഇവിടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഡബിൾ സ്ട്രോങ് വർക്ക് തന്നെ. അത് ആ ഭാഗത്തും കമ്പി കെട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി നോക്കാം. അവിടെ അടിയിലെ ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവരുടെ സമ്മതം വാങ്ങി വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് കയറി. നമ്മൾ സമ്മതം ചോദിച്ചാൽ അവർ അധികം സമ്മതം തരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ചോദിക്കുക, അവർ സമ്മതം തരും ചെയ്യും. അപ്പോൾ ഇവിടെ നല്ല ഇതിനുള്ളിൽ കണ്ടോ ഗ്രൗട്ട് നിറഞ്ഞു കിടക്കുന്ന കാഴ്ച ഉണ്ടോ, ഹോൾസിൽ കാണില്ലേ. ഇനി ബാക്കിയുള്ള ഭാഗം ഒരു അടിയോളം അവർ ആ ലെവലിൽ, പിന്നെ ബാക്കി ആ ലെവലിൽ നിന്ന് ഹോൾസിൽ നിന്ന് ലെവലിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഒലിക്കും. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തും. ഏകദേശം ഒരു 1.5 അടിയിൽ ഫില്ലിങ് ആട്ടോ. അത് നല്ല സ്ലോപ്പിലാണ്, അങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് അത് പോകുക. അതുകൊണ്ട് തന്നെ ആ ഗ്രൗട്ട് അതിൽ ഫുള്ള് നിറയും. ഒരു അടിയോളം, ഒരു 1.5 അടിയോളം മോൾ ഭാഗം, ബാക്കിയുള്ള കമ്പിയൊക്കെ ഫുള്ള് കവറിങ് ആണ്. അതിനി ബാക്കി ഇതിൻ്റെ കോൺക്രീറ്റ് വരുമ്പോൾ അതിൻ്റെ ഉള്ളോട്ടായിട്ട് ഇറങ്ങുമ്പോൾ അത് ഫില്ലാകും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു 5 അടിയല്ല, ഒരു 5 അടിയോളം താഴ്ചയിലാണ് അതിൻ്റെ അടിഭാഗം കണ്ടോ. നല്ല ഒരു 4 അടി 3 അടി സ്ക്വയറിലുള്ള ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ വേറെ കോൺക്രീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അടിയിൽ ഒരു PCC ആയിട്ട് അവർ ഒരു ചെറിയൊരു കോൺക്രീറ്റ് കമ്പി കെട്ടുന്നതിന് മുമ്പായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇതാ അവിടെ കമ്പി കെട്ടൽ നടക്കുന്നുണ്ട്. കമ്പി കെട്ടൽ ഇതാ വലിയ റിങ്, 3 അടി സ്ക്വയറിലുള്ള വലിയ റിങ് കെട്ടിയിട്ട് ഒരടിയിലാണോ ചെറിയൊരു 5 അടി വീതിയിൽ അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കമ്പി കിട്ടുന്നത്. ഇതൊരു വെറൈറ്റി കാഴ്ച കേട്ടോ. ഇതിവിടെ KMCയിൽ ഇതാ മലയാളികളാണ് ഇവിടെ കമ്പിപ്പണി എടുക്കുന്നത്. പാലക്കാട് മലയാളിയാണ്. പാലക്കാടിന് അപ്പുറത്തേക്ക് പോകണം നിങ്ങൾ മലയാളികളല്ലെങ്കിൽ. നിങ്ങളൊക്കെ പാലക്കാട് തന്നെ എല്ലാവരും? എവിടെ താമസിക്കുന്നത് നിങ്ങളൊക്കെ? ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലോ? പാലായി റൂട്ട്. ഓക്കെ. ഇവർ KMCൻ്റെ കൂടെ കുറേ കാലമായോ? 2 വർഷമായില്ലേ? സ്ഥിരം പണിക്കാരല്ലേ? അപ്പം മലയാളികൾ ഉണ്ടല്ലോ ഇവരെ കൂടെ. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇവരെ കൂടെ. പിന്നെ ഫറൂഖ് പാലത്തിൻ്റെ ഒരു സബ് എടുത്തിന് കമ്പിപ്പണി മാത്രം, വേറെ ടീമായിരുന്നു.
എന്തായാലും ഉഷാറ്, എന്തായാലും നല്ലൊരു കാഴ്ച. മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. ആ ചേട്ടന് ഇത്തിരി ഗൗരവമുണ്ടല്ലോ. നിങ്ങളെ പേരെന്താ? എന്തായാലും മലയാളം സംസാരിച്ചുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയല്ലോ. അതാ ഇത് വൈൻഡ് വയർ നിങ്ങൾ ഒരു റോള് 3 ഭാഗമായിട്ടില്ലേ? വേണ്ട, വൈൻഡ് വയർ ഡബിളാണ് മൊത്തം കിട്ടുന്നത്. 16 കമ്പിയും 12 കമ്പിയും അല്ലേ? 16 mm 12 mm. ഞാൻ കൽപ്പണിക്കാരനാട്ടോ. നിങ്ങൾ എങ്ങനെ ഫുൾ ടൈം പണിയാ? നൈറ്റ് പണി ഉണ്ടാവും അല്ലേ? ഭക്ഷണമൊക്കെ ഫുഡ് ഹോട്ടലിൽ നിങ്ങളതിൽ തന്നെ, അല്ലാതെ ഇവർ കമ്പനി ഭക്ഷണമൊന്നുമല്ലേ? ഇവർ കമ്പനിയിൽ കവറിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കണമൊക്കെ കാണാമല്ലോ ചില നേരം മാത്രമേ ഉള്ളൂ അല്ലേ? ആ, എന്നാലും നിങ്ങളെ പണി നടക്കട്ടെ കേട്ടോ. കണ്ടാൽ എന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ടി വിയിലെത്തിയെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ബാക്കി കവർ ചെയ്താട്ടെ. എന്തായാലും നമ്മൾ മലയാളികളെ വർക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കറക്റ്റ് ചോദിച്ചറിയും ചെയ്യുക, അതാണ്. അപ്പോൾ ഇവർ എന്തായാലും ഇത് പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടി തന്നെയാണ്. ഇവർ പറഞ്ഞാൽ രാത്രി ചിലപ്പോൾ 12 മണി വരെയൊക്കെ എടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഇവർ വർക്ക് ഇവിടെ ക്യാൻസിൻ്റെ വർക്ക് പെട്ടെന്ന്, ലൈറ്റുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഫുള്ള് ലൈറ്റ് ഒക്കെ ഉണ്ട് രാത്രി എടുക്കുകയാണെങ്കിലും. ഇവിടെ കാര്യമായിട്ട് ഇന്ന് കമ്പിപ്പണിയാണ് നടക്കേണ്ടത്. കോൺക്രീറ്റ് ചെയ്യുന്ന വലിയ റിസ്ക് ഇല്ല. ഓ, കാണുമ്പോൾ തന്നെ പേടിയാട്ടോ. ഇതൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിലേ ഒരു ധൈര്യക്കുറവ് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇത്രയും ഭാഗം ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് അമർന്ന് അത്രയും ചെരുവിൽ അങ്ങനെ അമർന്നായിട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പുറമുള്ള മണ്ണോ എന്തായാലും ഇങ്ങോട്ട് തള്ളണമെങ്കിലേ എല്ലാത്തിനും ഒരുമിച്ച് കൂടെ തള്ളണം. അതൊരിക്കലും സംഭവിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ചെങ്കൽപ്പാറ കൂടിയാണ്. പിന്നെ കൂടാതെ 8 മീറ്റർ ഉള്ളോട്ട് പോകുന്ന ആ ഒരു പിടുത്തം, അത് വീഴണമെങ്കിൽ 8 മീറ്റർ ഭാഗം മൊത്തത്തിൽ വരണം. ഈ ചെങ്കൽപ്പാറ ആയതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ലൈഫ് ടൈം നിൽക്കണം എന്നാണ് എഞ്ചിനീയറോട് ചോദിച്ചവർ പറഞ്ഞത്. നമ്മൾ വെറുതെ അത് ചെയ്തു പോയിട്ട് കാര്യമില്ല. പല സ്ഥലത്തും ഇങ്ങനെ ഇടിഞ്ഞ് വീണ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഡബിൾ സ്ട്രോങ് തന്നെയാണ് വർക്ക് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം വർക്ക് കണ്ടപ്പെട്ടോ. അപ്പം നമ്മുടെ മലാപ്പറമ്പ് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയുന്നവരെ ഇതിലൂടെ വരുന്ന വാഹനങ്ങൾ ഇത്ര സ്പീഡിലൊന്നും പോകരുത് കേട്ടോ. അവിടെ ആ ജംഗ്ഷനിൽ വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അപകടാവസ്ഥയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇവിടെ വീഡിയോ എടുക്കാൻ വന്നാൽ എല്ലാ പ്രാവശ്യം പറയാനുണ്ട് കേട്ടോ. വാവ്, ഏതാ ബൈക്ക്? അപ്പം നമ്മുടെ ഈ കോഴിക്കോട് ബൈപ്പാസ് 28 കിലോമീറ്റർ ദൂരത്തിലുള്ള, ഞാൻ മുമ്പേ പറഞ്ഞു, ഏകദേശം ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഇവിടെ അടിപൊളി സൈഡ് വാളിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ കോൺക്രീറ്റ് ഒരു തൂക്കൽ ലെവലിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഏകദേശം 20 അടി ഹൈറ്റിൽ ഈ ഭാഗത്ത് നല്ല തിക്കിലാട്ടോ ഈ കോൺക്രീറ്റൊക്കെ. അവരവിടെ ആ ഭാഗത്തേക്ക് ഫുള്ള് സപ്പോർട്ടിൽ, പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ പിടുത്തം എല്ലാം കൂടി സെറ്റപ്പ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബ്ലോക്കൊക്കെ തീരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഈ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി, ഒന്നും കൂടി ഉഷാറാകട്ടെ എൻ്റെ ചാനലൊക്കെ. എന്തേ സപ്പോർട്ട് ചെയ്യൂല എല്ലാവരും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.